സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്നവരാകണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കണം. ആ സ്വലാത്താണ് നാളെ മഹ്ശറാ ലോകത്ത്, അല്ലെങ്കിൽ ഖബറിലേക്ക്, അല്ലെങ്കിൽ പാരത്രികമായ ലോകത്തേക്ക് നമുക്ക് വലിയൊരു മുതൽകൂട്ട് ആ സ്വലാത്താണ്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം ശ്രവിക്കുന്നവരെ, ഏതൊരു അമല് ചെയ്താലും ഏതൊരു സൽക്കർമ്മം ചെയ്താലും നാലാളെ മുമ്പിലത് നാം ചെയ്യുമ്പോൾ അത് ലോകമാന്യമായി പോകുന്നു, അതിന് പ്രതിഫലം ലഭിക്കുകയില്ല. അതേ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സ്വലാത്തുണ്ടല്ലോ, അത് ലോകമാന്യത്തിനായാലും ശരി, ഒരാളെ മുമ്പിലും അല്ലെങ്കിൽ ഒരു 10 ആള് കൂടിയ സദസ്സിലും അവരെ മുമ്പിൽ നീ സ്വലാത്ത് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അത് നിനക്ക് പ്രതിഫലമുണ്ടാക്കുന്ന സാലിഹായ സൽക്രമമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും, ഏത് പ്രയാസം വന്നാലും, ഏത് ദുഃഖം വന്നാലും, എത്ര കണ്ട് തന്നെ നമുക്ക് ഇബാദത്തുണ്ടായാലും, എത്ര തന്നെ നിസ്കാരമുണ്ടായാലും, എത്ര തന്നെ ഇബാദത്ത് നമുക്കുണ്ടായാലും, നാം രക്ഷപ്പെടുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സ്വലാത്താണ്. അതുകൊണ്ട് ദായിമായിട്ട് പറഞ്ഞോ, എല്ലാ സമയത്തും പറഞ്ഞോ, പണിയെടുക്കുന്ന സമയത്ത് പറഞ്ഞോ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇത് വളരെ പ്രധാനപ്പെട്ട സ്വലാത്താണ്. ആ മുത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന മുഹിബ്ബീങ്ങളിൽ അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനേ.